ഹലോ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മളിന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് എൻ്റെ സാധാരണ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള സ്കെച്ച് ബുക്കാണ്. A5 സൈസാണ്. മെനോറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്കെച്ച് ബുക്കാണ്. ഞാനിതിൽ വാട്ടർ കളർ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ അക്രലിക്സും ഒക്കെ ഒരേപോലെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടിനും ബെസ്റ്റ് പേപ്പേഴ്സായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇതേ നമ്മൾ പെയിൻറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഈ ഒരു പാലറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ വിചാരിക്കുകയായിരുന്നു ഇതെങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളത്. കുറേ നാളായിട്ട് അക്രലിക് പാലറ്റ് ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലറ്റ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആക്രിപ്പെട്ടിയൊക്കെ തപ്പിയെടുത്തിരിക്കുന്നത് കുറച്ച് മാസ്കിംഗ് ടേപ്പ് വേണമല്ലോ ചുറ്റും ഒട്ടിക്കാനായിട്ട്. അങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെയിൻറ്റിങ് ചെയ്യുമ്പോഴേ ഈ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാണ്ട് ഞാൻ ഈ ഒരു ബുക്കിൽ ചെയ്തിട്ടുണ്ട്, മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പെയിൻറ്റ് അപ്പുറത്തെ പേജിലേക്ക് കുറച്ചൊക്കെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഭാഗം ചെറുതായിട്ടൊക്കെ പാടുകൾ പോലെ അടുത്ത പേജിൽ വരാൻ സാധ്യതയുണ്ട്. മാസ്കിംഗ് ടേപ്പ് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ചില പെയിൻറ്റിങ്ങുകൾക്ക് ഇതൊന്നും ഇല്ലാണ്ട്, പ്രത്യേകിച്ച് ഒരു ബോർഡർ ഇല്ലാണ്ട് വരയ്ക്കുന്നത് ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് ചില പെയിൻറ്റിങ്സ് ഞാൻ അങ്ങനെയും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിന് 4 സൈഡിലും ബോർഡറായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. മാസ്കിംഗ് ടേപ്പ് പല ടൈപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ളത് മാത്രമല്ല, കുറച്ച് പ്രിൻസൊക്കെ ഉള്ളത് വാങ്ങിക്കാൻ കിട്ടും. അതായിരുന്നാലും ക്യൂട്ടാണ്, ഭംഗിയാണ്. നമ്മൾ പല ക്രാഫ്റ്റ് വീഡിയോസിലും കാണാറുണ്ടല്ലോ. പക്ഷേ നോർമൽ പെയിൻറ്റിങ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം. പിന്നെ ഈ ഒരു റെഫറൻസ് പിക്ചറാണ് നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊരു ഫോട്ടോയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇട്ടിരുന്ന ഫോട്ടോഗ്രാഫാണിത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ബ്രഷുകൾ തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. 1-2 ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിലും മാക്സിമം 3 ബ്രഷ്. ഈ 3 ബ്രഷുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കളേഴ്സും ഞാൻ ഒത്തിരി കളേഴ്സ് എടുക്കാണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴേ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാളും നല്ലതാണ് കുറച്ചുകൂടി നമ്മുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആക്കിയിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കളേഴ്സ് ഞാൻ ലിമിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെയിൻറ്റിങ്ങിൽ. പ്രൈമറി കളേഴ്സും പിന്നെ നമ്മുടെ വൈറ്റ് കളറും മാത്രമേ ഈ ഒരു പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടാണ് പല കളേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മിക്സ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ഏതൊക്കെ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതുപോലെ ഏത് കളേഴ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതും കൂടി കാണിച്ചു തരാവേ. അപ്പോൾ ഇതിന് നമ്മൾ സ്കൈ ആണ് ഏറ്റവും ആദ്യം പെയിൻറ്റ് ചെയ്യുന്നത്. സ്കൈ പെയിൻറ്റ് ചെയ്യുമ്പോൾ ബ്ലൂ കളറൊന്നും ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ ബ്ലൂവും ചെറുതായിട്ട് കുറച്ച് യെല്ലോയും വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് വൈറ്റ് ആണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആകാശം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ബേസ് കളറായിട്ട് മേൽഭാഗത്തൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി താഴെയുള്ള കുറച്ച് മരങ്ങളാണ് വരക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം മരങ്ങളുടെ ബേസായിട്ട് കുറച്ച് ഡാർക്ക് കളർ വേണം, അണ്ടർ ടോണായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കുറച്ച് റെഡ് അതുപോലെ തന്നെ കുറച്ച് ബ്ലൂ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് യെല്ലോയും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. യെല്ലോ ടച്ച് ചെയ്യാണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് പല സ്ട്രോക്സ് ആയിട്ട് ഇട്ടിങ്ങനെ കൊടുത്ത് മരങ്ങളുടെ ഒരു ബേസിക് ഷേപ്പ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ യെല്ലോയും കൂടി കുറച്ച് മിക്സ് ചെയ്യാം. ഇടയ്ക്ക് വെച്ച് ഞാൻ യെല്ലോയും കൂടി ഒരല്പം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ വേണമെന്നില്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്കും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പെയിൻറ്റിങ്ങിൽ ബ്ലാക്ക് കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേപോലെ ചില സ്ഥലത്ത് കുറച്ച് റെഡിഷ് ടോൺ വരുന്ന ഒരു ബ്രൗൺ കളറായിട്ട് ഫീൽ ചെയ്യും, ചില സ്ഥലത്ത് ഒരു യെല്ലോയിഷ് ടോൺ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു മരങ്ങൾ പിന്നീട് നമ്മളതിൻ്റെ മീതെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ലുക്ക് ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഒരു സാപ്പ് ഗ്രീൻ കളർ ഉണ്ടാക്കിയെടുക്കാൻ പോകണം. സാപ്പ് ഗ്രീൻ അല്ല, കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു കളറാണ്. സാപ്പ് ഗ്രീൻ പോലെ തോന്നുന്ന എന്നാൽ യെല്ലോ കുറച്ചും കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിങ്ങനെ അവിടെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മീതെ ഭാഗത്തൊക്കെ ഇങ്ങനെ ലൈറ്റ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മീതെ നമ്മൾ ഗ്രീൻ അടിക്കും, അതെന്തായാലും പോകാനുള്ളതാണ്. പക്ഷേ ഈ അണ്ടർ ടോൺ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ലുക്ക് ഉണ്ടാവാനായിട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നീട് അതിൻ്റെ മീതെ സാപ്പ് ഗ്രീൻ കൊടുത്തിട്ട് ഞാനതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അവിടെ മാത്രമല്ല, താഴത്തേക്കും ചില ഭാഗങ്ങളിൽ ഓൾറെഡി ഞാനിപ്പോൾ സാപ്പ് ഗ്രീൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. സാപ്പ് ഗ്രീനും പിന്നെ സാദാ ഗ്രീനും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്ന ഗ്രീനില്ലേ, ആ ഗ്രീനും ഞാൻ കൊടുക്കുന്നുണ്ട്. സാപ്പ് ഗ്രീൻ ഉണ്ടാക്കാനായിട്ട് സാദാ ഗ്രീനിൻ്റെ കൂടെ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണ് മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ബ്രൗൺ ഷെയ്ഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ സാപ്പ് ഗ്രീൻ കിട്ടിക്കോളും. അപ്പോൾ പലതരത്തിലുള്ള ഗ്രീന് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരേ ഗ്രീൻ കളർ മാത്രമല്ല കൊടുക്കുന്നത്. ഇത് കുറച്ച് ദൂരെയുള്ള മരക്കൂട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ ഇങ്ങനെ പച്ച കളറിലല്ല കാണുക. ചിലപ്പോൾ ഒരു ബ്രൗണിഷ് ടോൺ ഉണ്ടാകും, ചിലപ്പോൾ കുറച്ച് ഭാഗം ഡാർക്കായിട്ടിരിക്കും. ആ രീതിയിലൊക്കെയാണ് കൊടുക്കുന്നത്.
പിന്നെ ഞാൻ ഇടയ്ക്ക് പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തിട്ട് അതുകൊണ്ടും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മരങ്ങളുടെ ഷാഡോ വരുന്ന ഭാഗത്ത് അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് മരങ്ങളുടെ ചില്ലകളൊക്കെ ഉള്ള ഭാഗത്ത് ഇങ്ങനെ നിഴലടിക്കുന്നത് പോലെ തോന്നുമ്പോൾ അവിടെ കുറച്ച് തിക്കായിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഡാർക്ക് ഷെയ്ഡ്സ് എന്തെങ്കിലും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് മാത്രം. അതിൻ്റെ മീതെ പിന്നീട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് മരച്ചില്ലകൾ പോലെ തോന്നുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പിക്ചർ വരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഏറ്റവും മീതെയായിട്ട് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാപ്പ് ഗ്രീനാണ്. സാപ്പ് ഗ്രീനിൽ കുറച്ച് യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു യെല്ലോ ഒക്കറ് പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു കളറാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചില്ലകൾ വരയ്ക്കാനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ ഒരു പഴയ ബ്രഷാണ്. അത് കേടായ ഒരു ബ്രഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രിസിൽസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വിടർന്ന് അകന്നൊക്കെ ഇരിക്കുകയാണ്. നോർമലി പെയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും ടെക്സ്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ബ്രഷുകൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ബ്രിസിൽസ് ഇങ്ങനെ അകന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അത് പെയിൻറ്റിൽ ടച്ച് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല പല ടെക്സ്ചേഴ്സ് ഇങ്ങനെ ക്രിയേറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ അത് ചരിച്ചും നേരെയൊക്കെ പിടിച്ചിട്ട് മാറി മാറി ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരത്തിൻ്റെ ചില്ലകൾക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ലുക്ക് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു ഗ്രീൻ ഷെയ്ഡ് ഞാൻ അതിൻ്റെ മേതെയായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. ഈ ഒരു ഗ്രീൻ മുന്നത്തെ ഗ്രീനിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ്ങിൽ കാണുന്ന സമയത്ത് വീഡിയോയിൽ നോക്കുന്ന സമയത്ത് അത്ര വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ അതിൻ്റെ ബോർഡർ താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബോർഡറിൻ്റെയൊക്കെ പുറത്ത് നമ്മളത് കവർ ചെയ്യാനുള്ളതാണ്. എന്നിരുന്നാലും അതൊന്നും നമുക്ക് മനസ്സിലാവാനായിട്ട് ഒരു ബോർഡർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. മരത്തിൻ്റെ ചില്ലകളൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ദൂരെ നിന്നുള്ളൊരു കാഴ്ചയാണ്. അത് അത്യാവശ്യം ഭംഗിയായിട്ട് വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ര വെച്ചിട്ട് നിർത്തിയാൽ മതിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി കേട്ടോ. അതായത് ദൂരെ നിൽക്കുന്ന ഈ മരച്ചില്ലകളും ഒരു പുഴയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായേനെന്ന് തോന്നി. അപ്പോൾ എന്തായാലും സാരമില്ല, നമ്മുടെ റെഫറൻസ് പിക്ചർ അതല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു പിക്ചർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ആ മരക്കൂട്ടങ്ങൾക്കിടയിലായിട്ട് ഒരു മരം, അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന 1-2 മരങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ മരങ്ങളിൽ ഒരെണ്ണമാണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നീട് ഇതിൻ്റെ മീതെ കുറച്ച് പെയിൻറ്റിങ്സ് വരുമ്പോൾ, പെയിൻറ്റിങ്സ് അല്ല, കുറച്ച് ഇമേജസ് ഒക്കെ വരാനുണ്ടല്ലോ, കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരു പക്ഷേ ബാക്കിൽ നമ്മൾ ഈ വരക്കുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ കവറായി പോകും. പക്ഷേ എന്നിരുന്നാലും ആ ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കിലുള്ളത് എന്താണോ വരയ്ക്കേണ്ടത് അത് ശരിക്കും വരച്ച് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ മീതെ നമ്മൾ വേറെ കാര്യങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ ബാക്കിലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ മീതെയുള്ള കാര്യങ്ങൾ പിന്നീട് വരയ്ക്കുന്നത്. പിന്നെ മരത്തിൻ്റെ തടി വരയ്ക്കാനായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ബ്രൗൺ കളർ എടുത്തിരിക്കുന്നത്. ബ്രൗൺ ആണ് എടുത്തിരിക്കുന്നതെങ്കിലും അങ്ങനെ ബ്രൗൺ ആയിട്ട് തോന്നില്ല, കാരണം കൂടുതലും വൈറ്റാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചം വരുന്നത് പോലെ ഫീൽ ചെയ്യാനായിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. വലിയ തടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഈ വൈറ്റ് മിക്സ് ചെയ്തിട്ടും മറ്റേ ഭാഗത്ത് പ്യുവർ ബ്രൗൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ബ്ലാക്കും വേണമെങ്കിൽ മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ ഫൈൻ ലൈനർ ബ്രഷാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരക്കാനായിട്ട് ഈ ഫൈൻ ലൈനർ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഏതാണ്ട് കേടായി തീർന്ന് എന്താ പറയുക, അതിൻ്റെ ബ്രിസിൽസ് തേഞ്ഞ് തീരാറായിട്ടുള്ളൊരവസ്ഥയിലാണുള്ളത്. പക്ഷേ ഇതേപോലെ ഒരു ബ്രഷിന് ഒത്ത് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. തീരെ നൈസായിട്ടുള്ള ബ്രഷ് നമ്മൾ വരച്ച് കഴിയുമ്പോഴായിരിക്കും ഇതേപോലെ തിന്നായിട്ട് വരിക. അപ്പോൾ എന്തായാലും ഈ ബ്രഷ് മാറ്റാറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഇതുപോലെ കുറച്ച് ഓറഞ്ച് കളറൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓറഞ്ച് കളറൊന്നും ഈ വീഡിയോയിൽ നോക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ട് കാണാത്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷേ റിയലായിട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ആ ഒരു കളറ് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കളേഴ്സൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ബോർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വരയ്ക്കുന്നത് റോഡാണ്. അതിന് ബ്ലാക്ക് കളറിലേക്ക് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് ഷെയ്ഡാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇടയ്ക്ക് ഞാൻ വൈറ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ട് ടച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ബ്ലെൻഡായിട്ട് വരുമ്പോൾ റോഡിൻ്റെ ചില ഭാഗത്ത് കുറച്ച് വെട്ടം കൂടുതലടിക്കുന്ന ഭാഗത്ത് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ഷെയ്ഡിൽ കാണുമല്ലോ. അപ്പോൾ ആ രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റും കൂടി ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചരിഞ്ഞ് വരുന്ന രീതിയിലാണ് ആ റോഡുള്ളത്. റോഡിൻ്റെ ഒരു സൈഡ് ഭാഗം നമുക്കിനി പെയിൻറ്റ് ചെയ്യാനുണ്ട്. അവിടെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ദൂരെ നിന്നും സീബ്ര ക്രോസിങ് കാണുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വരച്ചു കഴിയുമ്പോഴേ സീബ്ര ക്രോസിങ് ആയിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നിയത് ഇതൊരു നദി പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അവസാനം ഒന്നുകൂടിയൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വേഗമായിട്ട് ആ സീബ്ര ക്രോസിങ് ഒന്ന് വരച്ചിട്ടതാണ്. കൃത്യമായിട്ട് വരകളായിട്ട് തോന്നുന്ന രീതിയിലൊന്നും വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്നുകൂടി ഒന്ന് ടച്ച് ചെയ്ത് ആ ഒരു റോഡിൻ്റെ ആ ഒരു ഭാഗം ഒന്നുകൂടി കറക്റ്റാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് സൈഡ് പെയിൻറ്റ് ചെയ്യണം. സൈഡിൽ ഞാൻ ബ്രൗൺ കളറാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ബ്രൗണും
പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൈറ്റ് ബ്രൗൺ ആൻഡ് ഡാർക്ക് ബ്രൗൺ വരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം വെറുതെ ഒന്ന് പ്ലെയിനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ പ്ലെയിനായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്ക് കൂടി ഒരു വഴിയാണ് വരച്ചു കൊടുക്കേണ്ടത്. ശരിക്കും ഇത് ഫുട്പാത്താണ്. അപ്പോൾ ഫുട്പാത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് താഴെയുള്ള പൂഴി അല്ലെങ്കിൽ താഴെയുള്ള മണ്ണ് കാണുന്ന രീതിയിലാണ് ആ ഒരു ഇമേജിലുള്ളത്. ബ്രൗണിൽ കുറച്ച് വൈറ്റും യെല്ലോയും മിക്സ് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ടോണാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സോയിലിൻ്റെ കളറൊക്കെ വന്നോളും. പിന്നെ നടുക്കൂടി ഇതുപോലൊരു പാത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വരക്കുമ്പോഴും ഞാൻ ഈ കളേഴ്സ് തന്നെ, പക്ഷേ അതിൻ്റെ ആ റേഷ്യോയിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ കളറിൽ ചെറിയൊരു ചേഞ്ച് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് യെല്ലോ കൂടുതലെടുത്തിട്ട് മീതെ വൈറ്റ് കൊണ്ട് ഒന്ന് പ്ലെയിനായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു വഴിയുടെ ഒരു ഇമേജ് കിട്ടിക്കോളും. പിന്നെ ദൂരെയായിട്ട് കുറച്ച് ബുഷസ് പോലെ തോന്നുന്ന രീതിയിൽ, കുറച്ച് ചെടികളിങ്ങനെ നിൽക്കുന്ന രീതിയിൽ, ഫീൽ ചെയ്യുന്ന രീതിയിൽ കുറച്ചൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അണ്ടർടോണായിട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും മാറി മാറി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഏതാണ്ട് നമുക്കൊരു ബുഷസ് പോലെ, ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ള ബുഷസ് പോലെ തോന്നും. ലൈറ്റ് ഗ്രീൻ്റെ ഒപ്പം വേണമെങ്കിൽ കുറച്ചൊരു യെല്ലോ കൂടി ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. യെല്ലോ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ ഭാഗം ഒന്ന് കാണും. അപ്പോൾ ആ രീതിയിൽ ഞാൻ 1-2 തവണ മാറി മാറി ആ ഭാഗം ടച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഇന്ന രീതിയിൽ തന്നെ അത് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാണ് ഞാനത് ചെയ്തെടുത്തത് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ വഴി കുറച്ചൊന്നുകൂടി നീട്ടം ഉള്ളതായിട്ട് ഇമേജിലുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ മുന്നേ കൊടുത്ത കളറിനോട് സാമ്യമുള്ള കളർ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കവിടെ കളർ കൊടുത്തിട്ട് ഒന്ന് ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ബേസ് കളർ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ മീതെ വേറെ കളർ കൊടുക്കുമ്പോഴാണല്ലോ അതിനൊരു ഡെപ്ത് ഉള്ളതുപോലെ ഫീൽ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ഞാൻ വരച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വഴിയുടെ ഒരു ഭാഗം എനിക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഭാഗമാണ് കേട്ടോ. അവസാനം വന്നപ്പോഴും ഈ ഒരു വഴിയുടെ ഭാഗം, അതുപോലെ തന്നെ താഴെ ഈ കാണുന്ന മണ്ണില്ലേ, അതിൻ്റെ ഭാഗമൊന്നും എനിക്ക് ഈ പെയിൻറ്റിങ്ങിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യെല്ലോ കളർ കൊടുക്കുന്നത് കണ്ടോ, യെല്ലോ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മീതെ കുറച്ച് യെല്ലോ ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിൽ നിന്ന് വീണിട്ടുള്ള ഫ്ലവേഴ്സാണ് ഈ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ വഴിയൊക്കെ വരച്ചത് കൊണ്ട് ഇതും കൂടി, ഈ ഒരു ഭാഗം കൂടി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ആ മരം വരച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം വരച്ചാലും മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി ആ മരം വരച്ചു കൊടുക്കാം. അതിന് മുന്നേ സൈഡിലായിട്ട് ഒരു കുഞ്ഞു മരം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞു മരം വരച്ചു കൊടുത്തതിന് ശേഷം വലിയ മരച്ചില്ലകൾ വരക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ള തടിയുള്ള മരമൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മരമാണ്. അപ്പോൾ അത് ജസ്റ്റ് ബ്രൗൺ ഷെയ്ഡും പിന്നെ യെല്ലോയും വൈറ്റും മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വെട്ടം വീഴുന്ന ഭാഗത്ത് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കൊണ്ട് അതിൻ്റെ ആ ഒരു ഇലകളും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഡാർക്ക് ഗ്രീൻ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ ലൈറ്റ് ഗ്രീൻ കൊടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് ഷൈനിങ് ആയിട്ട് ഇങ്ങനെ കണ്ടോളും. പിന്നെ ഒരു ബുഷസ് വരക്കാനായിട്ടാണ് കുറച്ച് ഏരിയ ഞാനവിടെ ബ്ലാക്ക് കൊടുത്ത് സൈഡിൽ വെച്ചത് കേട്ടോ. അവിടെ ഒരു കുറ്റിച്ചെടി പോലെ ഇമേജിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വരക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സൈഡിലായിട്ട് മെയിനായിട്ടുള്ള നമ്മുടെ പിക്ചറിലുള്ള മെയിനായിട്ടുള്ള മരങ്ങളാണ് ഈ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബ്രൗണ്, ബ്ലാക്ക്, അതുപോലെ തന്നെ വൈറ്റ്, ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ മരത്തിൻ്റെ തടി ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. 2-3 കമ്പുകൾ, നല്ല രീതിയിൽ കാണുന്ന 2-3 കമ്പുകൾ വരുന്നുണ്ട്. കമ്പ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം തടി തന്നെയാണ്. അപ്പോൾ അത് വരുന്നുണ്ട്. താഴെ വീണ് കിടക്കുന്ന യെല്ലോ ഫ്ലവേഴ്സ് എല്ലാം ആ ചില്ലകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചില്ലകളിൽ നമുക്ക് യെല്ലോ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കണം. അതിന് മുന്നേ പല തിക്നെസ്സിൽ അതിൻ്റെ ചില്ലകൾ വരച്ചു കൊടുക്കണം. ഏറ്റവും അറ്റത്തേക്ക് വരുമ്പോൾ തീരെ തിന്നായിട്ടും ആദ്യമുള്ള ഭാഗത്തേക്ക് കുറച്ച് തിക്കായിട്ടും വരച്ചു കൊടുക്കണം. പിന്നെ ആ തടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കൊടുക്കാം, ഡാർക്ക് ബ്രൗൺ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോയിഷ് ബ്രൗൺ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള എന്തെങ്കിലും തടികൾ കൊടുത്തിരുന്നാലും ഭംഗിയുണ്ടാവും. കുറച്ചൊന്ന് വൈറ്റ് കൂടുതൽ കൊടുത്തിട്ടേ ബ്രൗണിൻ്റെ മീതെ കുറച്ച് അധികം വൈറ്റ് കൂടുതൽ കൊടുത്താലും ഭംഗിയുണ്ടാവും, വെട്ടം വരുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെ അതിൻ്റെ തടി നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു കമ്പുകളും ബ്ലാക്ക് കളർ കൊണ്ട് വരച്ചിരുന്ന ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഒരുപാട് കുഞ്ഞി കമ്പുകളൊന്നും വരച്ചിട്ടില്ല, കുറച്ച് കമ്പുകൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. പിന്നെ റെഫറൻസ് പിക്ചറിലുള്ള അത്ര ഫ്ലവേഴ്സും ഞാൻ വരച്ചു കൊടുക്കുന്നില്ല. റെഫറൻസ് പിക്ചറിൽ ഒരുപാട് യെല്ലോ ഫ്ലവേഴ്സ് ഉണ്ട്. അതൊരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അതിനെ കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ അത് പെയിൻറ്റിങ്ങിലോട്ട് വരുമ്പോൾ എനിക്ക് എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് അത്രയും യെല്ലോ ഫ്ലവേഴ്സ് വരക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസൊക്കെ ഞാൻ ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുണ്ട്. കുറച്ച് ഏരിയ വൈറ്റ്, നമ്മുടെ ആകാശമൊക്കെ കാണുന്നത് അങ്ങനെ കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് അങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൂക്കൾ വരക്കാനായിട്ട് യെല്ലോയുടെ 3 ഷെയ്ഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡാർക്ക് യെല്ലോ
യെല്ലോയും പ്രൈം യെല്ലോയും അതേപോലെ തന്നെ ലെമൺ യെല്ലോയും. അപ്പോൾ ഡാർക്ക് യെല്ലോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ച് മിക്സ് ചെയ്തിട്ട് യെല്ലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡ് കിട്ടും. അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ പ്രൈം യെല്ലോ യൂസ് ചെയ്യുക. ഏറ്റവും മീതെയായിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി വെളിച്ചം വീഴുന്നു എന്ന് നമുക്ക് അങ്ങനെ വരേണ്ട ഭാഗത്ത് കുറച്ച് ലെമൺ യെല്ലോ കൊടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആ ഒരു ഭാഗം, ആ ഒരു ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് താഴെയുള്ള ആ ഒരു ചെറിയ കുറ്റിച്ചെടിയാണ്. അപ്പോൾ അതിന് ഞാൻ മുന്നേ മരങ്ങളൊക്കെ വരച്ച അതേ ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസായിട്ട് എന്തെങ്കിലും ഡാർക്ക് കളർ കൊടുക്കുക, ബ്ലാക്കോ ബ്രൗണോ കൊടുക്കുക. അതിൻ്റെ മീതെയായിട്ട് ഡാർക്ക് ഗ്രീൻ കൊടുക്കുക. ഏറ്റവും മേലെയായിട്ട് ലൈറ്റ് ഗ്രീനിൽ യെല്ലോ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ഫൈൻ ബ്രഷ് ഒടിച്ചിട്ട് ഞാനിങ്ങനെ ഇലകൾ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കുറ്റിച്ചെടിയിൽ. പിന്നെ സൈഡിലുള്ള ഭാഗങ്ങൾ, ഈ ഫുട്പാത്തിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളും ഒന്ന് ഹൈലൈറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബുഷസ് വീണ്ടും ഞാൻ കറക്റ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ഷെയ്ഡിങ് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ഗ്രീനും ബ്ലാക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ താഴെ ഇലകൾ വീണെടുക്കുന്ന ഭാഗമൊക്കെ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും അവസാനമായിട്ട് വരക്കാനുള്ളത് ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന ആ ഒരു പൂക്കളാണ്. അപ്പോൾ കുറച്ചധികം പൂക്കളിങ്ങനെ പൊഴിഞ്ഞു വീഴുന്നതായിട്ട് ആ ഒരു ഇമേജിലുണ്ടായിരുന്നു. യെല്ലോ കളർ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കുറച്ച് പൂക്കളാണെന്ന് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂക്കളിങ്ങനെ താഴത്തേക്ക് വീഴുന്നത് പോലെ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ചില ഏരിയാസിലൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആവാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയെങ്കിലും ഇത്ര ആയപ്പോഴേക്കും എനിക്കൊരു മടുപ്പ് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ ഒരു പടം ഇവിടെ വെച്ച് നിർത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു പിക്ചർ. ഇപ്പോൾ ഇത് റെഫറൻസ് പിക്ചർ പോലെ തന്നെയൊന്നുമില്ല, കാരണം റെഫറൻസ് പിക്ചറിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടയ്ക്കുള്ള മരക്കൂട്ടങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതേപോലെയാണ് മിക്കവാറും ഞാൻ വരക്കാറുള്ളത്. എല്ലാം റെഫറൻസ് പിക്ചർ അങ്ങനെയേ കോപ്പി ചെയ്യാറില്ല. ചില പിക്ചേഴ്സ് മാത്രമേ അതേപടി വരച്ച് നോക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.